ഇന്ന് നമുക്ക് ക്യാൻ ചേർത്ത് പറയാൻ പഠിക്കാം. ക്യാൻ കഴിവ്, സാധ്യത, അനുവാദം ചോദിക്കാന്, അനുവാദം കൊടുക്കാന് ഒക്കെ ക്യാൻ ഉപയോഗിക്കും. ക്യാൻ അനുവാദം ചോദിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഇൻഫോർമൽ ആയിട്ടാണ്. അതായത് ഫോർമലായിട്ട് ഒഫീഷ്യലി ചോദിക്കുമ്പോഴല്ല, അല്ലാതെ ഇപ്പൊ കൂട്ടുകാരുടെ തരാം ഞാൻ അകത്തോട്ട് കയറി വരാമോ എനിക്ക് വരാമോ അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലാതെ ഓഫീസിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ക്യാൻ അല്ല ചോദിക്കേണ്ടത്, മേ വെച്ചാണ് ചോദിക്കേണ്ടത്. അപ്പോഴ് ആദ്യം നമുക്ക് നോക്കാം ക്യാൻ കഴിയും എന്നുള്ളത്. ഐ ക്യാൻ സിങ്, എനിക്ക് പാടാൻ കഴിയും, നന്നായിട്ട് പാടാൻ കഴിയും. സിങ് വെൽ, നന്നായിട്ട് പാടാൻ കഴിയും. അങ്ങനെ പറയുമ്പം ഐ ക്യാൻ. അല്ലെങ്കിൽ ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും അത് പറയുമ്പം. അല്ലെങ്കിൽ ഐ ക്യാൻ ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. അങ്ങനെ കഴിവ് പറയുമ്പോൾ ഏത് ഉപയോഗിക്കും? ക്യാൻ ഉപയോഗിക്കും. കഴിവ് ഇല്ലെന്ന് പറയാനോ ഐ കാനോട്ട് പറയും. ഐ കാൻഡ് സ്വിം, എനിക്ക് നീന്താൻ കഴിയില്ല. കാനോട്ടിന്റെ ചുരുക്ക രൂപമാണ് കാൻഡ്. കാനോട്ട്. ഐ കാനോട്ട് സ്വിം, എനിക്ക് നീന്താൻ കഴിയില്ല. ഐ കാനോട്ട് ഡാൻസ്, എനിക്ക് നീന്താൻ ഡാൻസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയാം. അപ്പൊ രണ്ട് കാര്യമായി. മൂന്നാമത്തെ കാര്യം, അപ്പോഴും നമ്മൾ പറഞ്ഞ അനുവാദം ചോദിക്കാനും കൊടുക്കാനും ക്യാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ചോദിക്കാൻ ക്യാൻ ഐ കമിൻ, ഞാൻ അകത്തേക്ക് വരാമോ, എനിക്ക് അകത്തേക്ക് വരാമോ. അടുത്തത് യു ക്യാൻ ഗോ നൗ, അതൊരു പെർമിഷൻ കൊടുക്കലാണ്. നിനക്ക് ഇപ്പോൾ പോകാം, അതൊരു പെർമിഷൻ കൊടുക്കലാണ്. അപ്പം പെർമിഷൻ മേടിക്കാനും ക്യാൻ ചോദിക്കാം, കൊടുക്കാനും ക്യാൻ ചോദിക്കാം. പിന്നെ ക്യാൻ ഉപയോഗിക്കുന്നത് സാധ്യത പറയാനാണ്. ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്, അത് അപകടകരമായേക്കാം, അതൊരു സാധ്യതയാണ്. അങ്ങനെ സാധ്യതകൾ പറയുമ്പോൾ ക്യാൻ ഉപയോഗിക്കും. പിന്നെ ചോദ്യമായിട്ട് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ചോദ്യം എന്ന് പറയുമ്പോൾ അഭ്യർത്ഥന ആയിട്ട് ചോദിക്കുമ്പോ ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ. ക്യാൻ യു കം വിത്ത് മീ, നിനക്ക് എന്റെ കൂടെ വരാൻ കഴിയുമോ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അഭ്യർത്ഥന രീതിയിൽ ചോദിക്കാനും ക്യാൻ ഉപയോഗിക്കും. പിന്നെ ക്യാൻ യു ഓപ്പൺ ദ വിൻഡോ, നിനക്ക് ആ ജനാല തുറക്കാമോ. പിന്നെന്ത് ചോദിക്കാം, ഈ പറഞ്ഞ കണക്ക് പെർമിഷൻ കൊടുക്കുന്ന കണക്ക് യു ക്യാൻ യൂസ് ദ ഡിക്ഷണറി, നിനക്ക് ഡിക്ഷണറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിനക്ക് എന്റെ ഫോൺ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ക്യാൻ ചേർത്ത് പറയാം. ക്യാനായി പറയുമ്പോ ആമോ എന്ന് നമ്മൾ ചോദിക്കൂലേ, നിനക്ക് എന്നെ സഹായിക്കാമോ, ആമോ. ക്യാൻ ബി, നമുക്കാമോ, അങ്ങനെ പറയാം. പിന്നെ നമുക്ക് ക്യാനോട്ട് ചേർത്ത് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ചോദ്യമാക്കാനും പഠിച്ചു കഴിഞ്ഞു. പിന്നെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം. അപ്പൊ ക്യാൻ ഉപയോഗിച്ച് അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങളെല്ലാമായി. ഈ വേറൊരു കാര്യമുണ്ട്, ക്യാൻ ഉപയോഗിക്കുമ്പോൾ ക്യാൻ ഇൻഫോർമൽ ആയിട്ട് പറയുമ്പോഴും, ചോദ്യം ചോദിക്കുമ്പോഴും, അനുവാദം പറയുമ്പോഴും ഒക്കെയാണ് അനുവാദം പറയുമ്പോൾ ക്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഫോർമലായിട്ട് നമ്മളൊരു ഒഫീഷ്യൽ കാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനിക്കപ്പെടേണ്ടവരുടെ മുന്നിലൊക്കെ പറയുമ്പോൾ മേ ചേർത്ത് പറയണം. ഓക്കെ.